55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിയും മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയും മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. പത്മഭൂഷൺ ലഭിച്ച മമ്മൂട്ടിയെ മുഖ്യമന്ത്രി വേദിയിൽ അഭിനന്ദിച്ചു. ജെ.സി. ഡാനിയൽ പുരസ്കാരം നടി ശാരദയും ഏറ്റുവാങ്ങി. പ്രൗഢോജ്വലമായ ചടങ്ങിലാണ് 59ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ.സി. ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയും ഏറ്റുവാങ്ങി. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ദഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അയത്ന ലളിതമായി അനുഭവിപ്പിച്ച അഭിനയ മികവിന്. എന്താണ് നിങ്ങൾക്ക്? ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. പത്മഭൂഷൺ പുരസ്കാരത്തിന്റെ നേട്ടത്തിനിടയിൽ സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങിയ മമ്മൂട്ടിയെ മുഖ്യമന്ത്രി വേദിയിൽ അഭിനന്ദിച്ചു. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് 3 തവണ നേടിയ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണിത്. 1981 അഹിംസ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടി പല തലമുറകളോട് മത്സരിച്ചാണ് 4.5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നത്. താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിൻ്റെ ഉപാധിയാക്കുന്ന നടനാണ് മമ്മൂട്ടി. ഇത്രയും വൈവിധ്യമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഓരോ പുരസ്കാരവും കലാകാരന്മാർക്കുള്ള നല്ല പ്രോത്സാഹനമാണെന്ന് മമ്മൂട്ടി. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിൻ്റെ 1 ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. അതുപോലെ സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ്. മികച്ച സിനിമയ്ക്കും സംവിധായകനുമടക്കം 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകർ ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.